ആ മൊമെൻറ്റിൽ ഞാൻ കാണുന്നത് ഈ അമ്മയുടെ ബോഡിയിൽ നിന്ന് ഒരു വൈറ്റ് എനർജി ഇങ്ങനെ പൊങ്ങുക, ശരിക്കും ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കാണും. ജപം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആര് ജപിച്ചാലും നമ്മുടെ എത്ര ബർത്തിന് മുമ്പുള്ള കർമ്മയാണെങ്കിലും അതിനെ ക്ലെൻസ് ചെയ്യാൻ ജപത്തിലൂടെ പറ്റും. മന്ത്രങ്ങളുണ്ടോ? സുദർശന മന്ത്രങ്ങളൊക്കെ നമുക്ക് റേക്കിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കേട്ടിരിക്കാൻ ഒരു ക്ഷമ വേണ്ടേ? ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു റേക്കി മാസ്റ്റർ ആകാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 3 വയസ്സിലൊരു കുട്ടി അത് കേട്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായൊരു സോളിനെയല്ലേ എനിക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹീലറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റിയേക്കാൾ ഉപരി ഞാൻ പറയും, അവർ മനസ്സിലാക്കേണ്ടുന്നൊരു തത്വം റേക്കിയിലേക്ക് വരുമ്പോൾ, ഞാനൊരു ചാനൽ മാത്രമാണ്. ഞാൻ മഹാദേവനെയും ദേവിയെയും പ്രാർത്ഥിച്ച് അവരോട് ഒരു അനുഗ്രഹം ചോദിച്ച്, അനുവാദം ചോദിച്ചിട്ടാണ് ഇപ്പോഴും ഏത് ഹീലിംഗ്, അതിപ്പം 10 അല്ല 20 ഹീലിംഗ് വന്നാലും ആ പ്രൊസീജിയറിന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ ഹീല് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? ഞാൻ റേക്കിയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വന്നിട്ടില്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, റേക്കി വെച്ച് നമ്മൾ ചെയ്യുന്നത് ഒരാളുടെ കർമ്മയാണ് ക്ലിയർ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു. കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ ഇഷ്യൂസും, അത് ഫൈനാൻഷ്യൽ ആവാം, ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഇതെല്ലാം കർമ്മ കണക്റ്റഡ് ആണ്. അറിയാലോ, ഇതിനൊരു സ്പിരിച്വൽ വേർഷനുണ്ട്, റേക്കിക്കൊരു സ്പിരിച്വൽ വേർഷനുണ്ട്. അപ്പോൾ ഈ കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ പലരും വിചാരിക്കും അത് ഒരു ഹീലർ അയാളിലേക്കാണ് എടുക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. അവർ നിയോഗിക്കപ്പെട്ടതാണെങ്കിലേ അവരുടെ അടുത്ത് റേക്കി എത്തുള്ളൂ. അങ്ങനെ ഒരു വലിയ ഘടകം അവിടെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നു? അങ്ങനെയെങ്കിൽ എല്ലാവർക്കും റേക്കി എടുത്താൽ പോരെ? ഇല്ല, ഇതൊരു നിയോഗമാണ്. ഒരു ഹീലർ ആവുന്നതും നിയോഗമാണ്, ഒരു ഹീലി ആവുന്നതും നിയോഗമാണ്. നമുക്ക് ഹീലിംഗ് കിട്ടുന്നത് നമ്മൾ ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കുക, 20 വർഷവും 25 വർഷവും 10ഉം 15ഉം വർഷമൊക്കെ മുട്ടുവേദനയും നടുവേദനയും ഈവൻ വിവാഹ തടസ്സങ്ങളായിട്ട് വരുന്ന ആൾക്കാർ റേക്കി ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കേസ്. അപ്പം അവിടെ വരുന്ന എന്താ വെച്ചാൽ, ഈ കാർമിക് ഡെപ്റ്റുമായിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോണേ. അപ്പം നമ്മൾ ആ എനർജി വെച്ചിട്ട് അതിനെ എടുത്ത് കളയുമ്പോൾ അവിടെ സത്യത്തിൽ ഹീൽ ചെയ്യുന്നത് ഒരു ഹീലറല്ല, എന്നിലൂടെ ആ എനർജിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. ഏത് ഹീലിംഗ് എടുക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ മഹാദേവനെയും ദേവിയെയും പ്രാർത്ഥിച്ച് അവരോട് ഒരു അനുഗ്രഹം ചോദിച്ച്, അനുവാദം ചോദിച്ചിട്ടാണ് ഇപ്പോഴും ഏത് ഹീലിംഗ്, അതിപ്പം 10 അല്ല 20 ഹീലിംഗ് വന്നാലും ആ പ്രൊസീജിയറിന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയില്ല. അത് എൻ്റെ രീതിയാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ എനർജിയാണ് അവരെ ഹീൽ ചെയ്യുന്നത്. ആ എനർജി അവരെ ഹീൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനർജിയാണ് അവരുടെ കർമ്മ എടുത്ത് കളയുന്നത്. എനിക്കത് ബാധിക്കുന്നില്ല. പിന്നെ നമുക്ക് റേക്കിയുടെ തന്നെ ഒരു റൂളുണ്ട്, നമ്മൾ എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ റേക്കി ഹീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയത്? എനർജി എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിക്കണം. എനർജി സ്വീകരിക്കണം. അവിടെയാണ് നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ വരുന്നത്. അതായത് അവരുടെ എനർജി എല്ലാം ഉദ്ദേശിക്കുന്നത് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതും ഒരു എനർജിയാണ്. അധ്വാനം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, അല്ലേ? ഇപ്പം നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് പണം, മണി. അപ്പം അത് നമ്മളിലേക്ക് വാങ്ങിച്ചിട്ട് അതിനുശേഷം നമ്മൾ റേക്കി കൊടുക്കുക. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും പോസിറ്റീവ്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോസിറ്റീവ്. ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ട് റേക്കി കൊടുക്കാൻ പാടില്ല. അതിനൊരു മൂല്യമുണ്ട്. നമ്മൾ ഈ ഹീല് ചെയ്യാൻ വരുന്ന ആള് അത്രയും വിഷമത്തിലായിരിക്കും വരുന്നത്. പൈസ പോലും എടുക്കാൻ കാണത്തില്ല. അപ്പൊ അവർ ആ പൈസ തരുമ്പോൾ ചിലപ്പോൾ അവര് കൊണ്ട് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കുന്ന ആളുകളെ കാണും. അങ്ങനെ അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടല്ലേ ഭരിക്കുന്നത്. അത് നെഗറ്റീവാണ്. പക്ഷേ ഇവിടെയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്കിതുവരെ ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ, വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതി. മീൻസ് അവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പൈസ തന്നെ വേണമെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മുടെ തന്നെ സ്വന്തം മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ പാർട്ട്ണറോട് പിന്നെയും നമുക്ക് പൈസ ഒക്കെ വയ്ക്കാം. നമ്മുടെ അമ്മയോട് പൈസ വെച്ചാലേ ഞാൻ ഹീൽ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ അമ്മയൊന്ന് ഭക്ഷണം എടുത്ത് തന്നാൽ മതി. ഇപ്പം നമ്മുടെ മക്കൾ, ഈവൻ എൻ്റെ കുട്ടികളാണെങ്കിലും, ചെറിയ മോനുണ്ട്, അപ്പം അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടേ ഉള്ളൂ. ഈവൻ അവന് ഞാൻ ഹീലിംഗ് കൊടുക്കുമ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് പറയും, വീട്ടിലെ ചെടികൾ
ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് അത് നനച്ചാൽ മതി. നമ്മൾ യൂണിവേഴ്സിനെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചു കൊടുക്കുക. യൂണിവേഴ്സിൽ നിന്ന് എടുക്കുന്ന എനർജിയാണ്, സോ യൂണിവേഴ്സിനെങ്കിലും തിരിച്ചു കൊടുക്കുക. അവിടെ ആ എനർജി അവിടെ ബാലൻസ് ആവും. പിന്നെ ഒരു ഹീലറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റിയേക്കാൾ ഉപരി ഞാൻ പറയും, അവർ മനസ്സിലാക്കേണ്ടുന്നൊരു തത്വം റേക്കിയിലേക്ക് വരുമ്പോൾ, ഞാനൊരു ചാനൽ മാത്രമാണ്, ഒരിക്കലും ഞാനാണ് ഹീൽ ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട് ഒരു തവണ പോലും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ആ എനർജിയാണ് ചെയ്യുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് 4 കൂടുതൽ ഹീലിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ബോഡി പെയിൻ വരില്ലേ, നമുക്ക് ക്ഷീണം വരില്ലേ എന്നൊക്കെ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ചിലർ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ഹീൽ ചെയ്യുമ്പോഴത്തേക്കും തളർന്നു പോകുന്നു, ശരീര ക്ഷീണം. അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഇത്രയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി ലോസ് ആയി പോകും. അവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്. രാഹുൽ ഇപ്പോൾ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ പ്രശ്നം വരും. ഒരു ഹീലർ നല്ല ലിസണർ ആയിരിക്കണം. ഞാൻ ചിലപ്പോൾ മണിക്കൂറുകളോളം പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്, എനിക്കത് എഫക്റ്റ് ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ ഇമോഷണൽ ഓറ ഞാൻ സ്ട്രോങ് ആക്കി റേക്കിയിൽ വന്നതിന് ശേഷം. നമ്മൾ നല്ലൊരു ലിസണർ ആയാലും ഇവർ ഓപ്പണായിട്ട് പറയുള്ളൂ. പല പല രഹസ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇല്ലേ. ഒരു ഹീലർ എന്ന് പറയുമ്പോൾ ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്ത സെക്ഷൽ അബ്യൂസുകൾ, അതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്വന്തം ഭർത്താവിൽ നിന്നും താങ്ങാൻ പറ്റാണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയായിരിക്കും ഒരു ഹീലർ എന്ന് പറയുന്നത്. നമ്മളിവരെ നമ്മളെ വെച്ച് സങ്കടം പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ നമ്മളവിടെ വീക്കായി. അതേസ്ഥാനത്ത് നമുക്ക് തിരിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവണം. ഒരു ഹീലർ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവണം, കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. അത് വലിയ കാര്യമാണ്. ക്ഷമ വേണം, കേട്ടിരിക്കാനൊരു ക്ഷമ വേണ്ടേ. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു റേക്കി മാസ്റ്റർ ആകാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സന്തോഷത്തോടെ. ഞാൻ എടുത്തു പറയും സന്തോഷത്തോടെ. കാരണം എൻ്റെ ചെറിയ മക്കളാണ്. അപ്പം ആ കുട്ടികൾക്ക് പലപ്പോഴും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ അവൈലബിൾ ആയിട്ടില്ല. അത് പക്ഷേ ഞാൻ സന്തോഷത്തോടെ തന്നെ പറയും. കാരണം അതിന് പറ്റിയ 2 സോൾസിനെയാണ് എനിക്ക് കുട്ടികളായിട്ട് യൂണിവേഴ്സ് എനിക്ക് തന്നിട്ടുള്ളത്. അത്രയും ചെറിയ പ്രായത്തിലൊരു കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അവൻ്റെ 3ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. 3 വയസ്സിലൊരു കുട്ടിക്ക് അമ്മ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു 1 hour എടുത്തിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ 3 വയസ്സിലൊരു കുട്ടി അത് കേട്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായൊരു സോളിനെയല്ലേ എനിക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. അപ്പം നമ്മളെ അതിന് പാകമാക്കും. പിന്നെ ക്ഷമയോടെ കേട്ടിരിക്കും മക്കളാണെങ്കിലും. റേക്കി കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെ പറ്റി പറഞ്ഞു. എപ്പോഴും ആളുകളുടെ സംശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആകാം. ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളോ വേദനയോ ഇങ്ങനെ പല കാരണങ്ങളും ചെന്ന് പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പം ഇത് ചിലപ്പോൾ ബാധയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നിവർ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ റേക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ സോൾ എനർജി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് മാറ്റാൻ കഴിയുമോ അങ്ങനെയുള്ള മനുഷ്യരെ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. കുറേ സ്പിരിച്വൽ വർക്ക് ഫേക്കാണ്. കുറേ ആൾക്കാരുണ്ട്, അറിയാലോ. ഇപ്പം അസ്ട്രോളജി എടുത്താലും ഒരുപാട് ഫീൽഡുണ്ട്. അല്ല, ഇപ്പൊ താന്ത്രികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആവാഹനം, ഉച്ചാടനം, അങ്ങനെ വലിയ വലിയ ക്രിയകളും ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയാൽ മാത്രമേ ഇതിനെ കൊഴുപ്പിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് റേക്കിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? റേക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റേക്കി ഹീലിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ലെവലല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. 2ും 3ും ഒക്കെ പ്രത്യേകിച്ച് 3rd ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റേക്കിയിലെ സിമ്പിൾസ് ഉണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ സോൾസിനെ റിലീസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾസ്, അതുപോലെ മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങളിപ്പം സുദർശന മന്ത്രങ്ങളൊക്കെ നമുക്ക് റേക്കിയിൽ പഠിപ്പിക്കുന്നുണ്ട്. 2nd ലെവലിലൊക്കെ പഠിപ്പിക്കുന്നത്. റേക്കി ജാപ്പനീസ് ഒരു ടെക്നിക്കാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിലെങ്ങനെയാണ് ഈ സുദർശന ചക്രമൊക്കെ, സുദർശന മന്ത്രമൊക്കെ വരുന്നത്? അതിലേക്ക് വന്നു വെച്ചാൽ നമുക്ക് ആ മന്ത്രത്തിന്, റേക്കി അറ്റോൺമെൻ്റ് എടുത്ത ആളുകൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡിവൈൻ എനർജിയും സ്വീകരിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പം മൂണിനൊരു എനർജി ഉണ്ട്, സണ്ണിനൊരു എനർജി ഉണ്ട് ഇല്ലേ. അതേപോലെ നമ്മൾ പല പല ക്ഷേത്രങ്ങൾ, പല ദേവാലയങ്ങളിൽ പോകുന്നു. ഇപ്പം ദേവീ ക്ഷേത്രത്തിലുള്ള എനർജിയിൽ നിന്നും വേരിയേറ്റഡ് ആയിരിക്കും ശ്രീകൃഷ്ണൻ്റെ ടെമ്പിള്.
അവിടെ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും ശിവ ടെമ്പിൾ. അങ്ങനെ ശിവൻ്റെ തന്നെ പല പല വേർഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പല ദേവിയുടെ പല പല. അപ്പം എന്താണോ മൂർത്തി അവിടെ പോയിട്ട് ഒരു റേക്കി ചാനലായ ഒരാൾക്ക് ആ എനർജി നമ്മുടെ കൈകളിലോട്ട് സ്വീകരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഹീലിംഗ് കൊടുക്കുന്ന ഒരാളാണ്. അതായത് നമുക്കിപ്പം എഡ്യൂക്കേഷൻ പർപ്പസിന് വരുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ഹിന്ദു മിത്തോളജി പ്രകാരം സരസ്വതി ദേവിയുടെ എനർജി നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഹീലിംഗ് കൊടുക്കാം. അതേപോലെ തന്നെ സുദർശന മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ്സിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മന്ത്രമാണ്. അതൊരു ഹീലർ എന്തുകൊണ്ടും നമ്മൾ സ്വയം അത് വേറെ കാര്യത്തിനല്ലാണ്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ക്ലെൻസ്ഡ് ആവും. മന്ത്രങ്ങൾക്കെല്ലാം നല്ല ശക്തിയാണ്. മന്ത്രങ്ങളിലെ ശബ്ദങ്ങൾക്ക്, വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്, വളരെ ശക്തിയാണ്. അപ്പം അത് നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഓറ ക്ലെൻസ്ഡ് ആവും, ഓറ സ്ട്രോങ് ആവും. നമ്മൾ എവിടെ ഇരുന്നാണോ ജപിക്കുന്നത് ആ ഭവനം പോലും പ്യുവറാവും. അതേപോലെ തന്നെ നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ സോൾസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യും. ഒരു ഹീലറിന് അത് ഫീൽ ചെയ്യും. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഈ സോളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവതലങ്ങളുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട്. അതൊന്ന് പറയാമോ? അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ ആ ഹീലിംഗ് ചെയ്തത്. ആക്ച്വലി അവരുടെ ആ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് നല്ല ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. നല്ല ഏജ് എന്ന് പറഞ്ഞാൽ 98 വയസ്സുണ്ട്. അപ്പോൾ ആ അമ്മയുടെ മകളെന്ന് പറയുമ്പോൾ അവർക്ക് മോർ ദാൻ 70 ഏജ് ഉണ്ട്. ആ ചേച്ചി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ സ്റ്റുഡൻ്റാണ് അവർ. എൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഒരു ദിവസം രാത്രിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് അമ്മയ്ക്ക് സീരിയസ് ആയിട്ടാണുള്ളത്, വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ 8-9 വർഷമായിട്ട് അമ്മ ഓൾറെഡി ബെഡിലാണ്. 98 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. പക്ഷെ ആ കിടന്നെടുത്തുനിന്ന് പോലും ആ അമ്മ ജപിച്ചുകൊണ്ടിരിക്കുക. ഈ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് ഒരേ കിടപ്പാണ്. കിടന്നെടുത്തുനിന്ന് ജപിക്കും ഈ അമ്മ. ജപം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആര് ജപിച്ചാലും നമ്മുടെ എത്ര ബർത്തിന് മുമ്പുള്ള കർമ്മയാണെങ്കിലും അതിനെ ക്ലെൻസ് ചെയ്യാൻ ജപത്തിലൂടെ പറ്റും. അപ്പോൾ ഈ അമ്മ അവിടെ കിടന്നിട്ട് ജപിക്കുകയാണ് ചെയ്യുന്നത്. 4 പെൺകുട്ടികളാണ്. അതിലൊരാളാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും ഇറക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നൊരു കേസിലാണ് അമ്മ ഉള്ളത്. അങ്ങനെ ഇരിക്കെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഹീലിംഗ് കൊടുത്തു. ഹീലിംഗ് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ത്രോട്ടിൽ ഭയങ്കരമായ ഇൻഫെക്ഷനുണ്ട്. അമ്മയുടെ ത്രോട്ട് കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയിട്ടാണുള്ളത്. സോ ഇൻഫെക്ഷനുള്ളൊരു ത്രോട്ടിൽ കൂടെ ഇത്രയും പ്രായമായൊരമ്മയ്ക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റില്ല. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം ആ ഇൻഫെക്ഷന് ഹീലിംഗ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഈ ഇഡ്ഡലിയൊക്കെ നനച്ചിട്ടൊക്കെ വളരെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണ പോലെ നമ്മൾ കൊടുക്കണം. അങ്ങനെയായിട്ട് അമ്മ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഇറക്കി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് അമ്മയുടെ കണ്ടീഷൻ വീണ്ടും മോശമാണ്, അറിയാതെ മോഷൻ പോകുന്നു, അറിയാതെ യൂറിൻ പാസ് ചെയ്തു പോകുന്നു, അത്രയും വേസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് 98 വയസ്സായി, അമ്മ മരിക്കണ്ടേ? നമുക്ക് ആയുസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് എന്തായാലും ആ ബർത്ത് കംപ്ലീറ്റ് ചെയ്താൽ ആ സോള് തിരിച്ച് പോകണം അല്ലേ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എപ്പോഴായാലും നശിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ സോളാണ് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ഭയങ്കര കരച്ചിലും സങ്കടവും, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് ചോദിക്കണത്. 98 വയസ്സായി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഹീലിംഗ് ചെയ്തു. അപ്പോൾ സാധാരണ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആരാണോ അവരുടെ ചക്രങ്ങളാണ് നമ്മൾ ആദ്യം എനർജൈസ് ചെയ്യുക. കാരണം ഈ ചക്രങ്ങളിലേക്കാണ് ആ കോസ്മിക് എനർജി പ്രവഹിക്കേണ്ടതും അതിലൂടെ വേണം അവരുടെ ശരീരത്തിലുടനീളം അവരുടെ എല്ലാ ഓറയിൽ നിന്നുമാണ് ഓറയിലേക്കൊക്കെ, ആ ചക്രങ്ങളിൽ നിന്ന് ഓറയിലേക്കൊക്കെ എനർജി വരണം. അങ്ങനെയാണ് അത് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. സോ ഞാൻ ചക്രങ്ങളിലേക്ക് കൊടുക്കാൻ നിന്ന സമയത്ത് നോ, എൻ്റെ ഉള്ളിൽ വന്നത് ചക്രങ്ങളിലേക്ക് കൊടുക്കരുത്. അവർക്ക് ഹീലിംഗ് കൊടുക്കണ്ട. അല്ല, ഹീലിംഗ് കൊടുക്കണം, പക്ഷെ എനർജൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും, ഗൈഡൻസ് കിട്ടും, റീക്കി നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വരുന്നത് ഇതല്ല, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത് സുദർശന മന്ത്രം ജപിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ശരിക്കും നമ്മൾ കണ്ണടച്ച് ഹീലിംഗ്, ഞാൻ ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ്, ഞാൻ കണ്ണടച്ചാണ് ഹീൽ ചെയ്യുന്നത്. കാരണം അത്രയും കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. കണ്ണടച്ച് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവരെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ മൊമെൻറ്റിൽ ഞാൻ കാണുന്നത്
ഈ അമ്മയുടെ ബോഡിയിൽ നിന്ന് ഒരു വൈറ്റ് എനർജി ഇങ്ങനെ പൊങ്ങുക, ശരിക്കും ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കാണുകയാണ് ഇത് കാണും. നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമുക്ക് നമ്മൾ മെഡിറ്റേഷനിൽ ഇരുന്ന് അങ്ങനെ കാണുകയാണോ അതോ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ ആ ഒരു ഡയറക്റ്റ് അല്ല, മീൻസ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഹീലിംഗ് കൊടുക്കുന്നത്. കണ്ണടച്ചിരുന്ന് നമ്മൾ കൈ വെച്ച് ഹീൽ ചെയ്യും. ആ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചിട്ടാകുമ്പോൾ നമ്മുടെ അകക്കണ്ണ് ഓപ്പൺ ആണ്. നമ്മുടെ ഈ 2 കണ്ണും പാസ്റ്റും പ്രസന്റും ആണ്. ഇത് ഫ്യൂച്ചറാണ്, ഇത് അകക്കണ്ണാണ്. നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര കാണിച്ചിരുന്ന കണ്ണാണ് നമ്മുടെ ആജ്ഞാചക്രയിലെ 3rd ഐ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണടച്ച് ഒരു ഹീലർ ഹീൽ ചെയ്യുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഒന്നും വേണ്ട, ഞാൻ കണ്ണടച്ച് ജസ്റ്റ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ ഉള്ളിൽ ആ വിഷൻ തെളിഞ്ഞു വരുന്നില്ലേ, അത് നമ്മുടെ അകക്കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ ഞാൻ ആ ഹീൽ ചെയ്യുന്ന മൊമെൻറ്റിൽ ഈ അമ്മ കിടക്കുന്നതായിട്ടാണ് ഞാൻ വിഷ്വലൈസ് ചെയ്ത് ചെയ്യുന്നത്. അമ്മയുടെ അടുത്ത് അവിടെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഡിസ്റ്റൻസിലാണ് ഞാൻ ഹീൽ ചെയ്യുന്നത്. അവർ വേറെ ദൂരെയുള്ള സ്ഥലത്താണ്, തൃശ്ശൂരാണ് അവർ. ഞാനിവിടെ തലശ്ശേരി എൻ്റെ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അമ്മ ഒന്നും അറിയണ പോലും ഇല്ല. മീൻസ് എല്ലാം കട്ടായി, ഓർമ്മയില്ല, ഒന്നുമില്ല, ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവരവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ശരിക്കും നമ്മുടെ ഒരു സോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് കണ്ടത് എന്താ വെച്ചാൽ ഒരു വൈറ്റ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ ഒരു വൈറ്റ് എനർജി ഇവരുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുകയാണ്. എനിക്ക് പേടിയോ അല്ലെങ്കിൽ നമ്മൾ പാനിക്കാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ രീതിയിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ വളരെ കൂൾ ആൻഡ് കാമായിരുന്നു ആ സമയത്ത്. ഇതിങ്ങനെ പൊങ്ങി 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 വരണം. എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലതുണ്ട്. അതിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് വന്നത് സുദർശന മന്ത്രം ജപിച്ച് ആ സോളിന് മോക്ഷം കൊടുക്കുക.